പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെ നാമത്തിൽ ആമേൻ. പ്രിയ സഹോദരങ്ങളെ, ദൈവം എത്രയോ പ്രാവശ്യം നമ്മുടെ അടുത്ത് വരുന്നുണ്ട്. പലപ്പോഴും അത് നമ്മൾ മനസ്സിലാക്കാതെ പോകുന്നു. നമ്മുടെ ഓരോ ചലനത്തിലും ദൈവം പ്രവർത്തിക്കുന്നുണ്ട്. പരിശുദ്ധാത്മാവ് നമ്മളിൽ വസിക്കുന്നത് കൊണ്ട് ദൈവികപരമായിട്ടുള്ള കാര്യങ്ങൾ നമ്മളെ പ്രേരിപ്പിക്കും. ഇപ്പോൾ നോമ്പ് കാലമാണല്ലോ. എല്ലാവരും പ്രാർത്ഥനയിലും ഉപവാസത്തിലും ദാനധർമ്മത്തിലും അതീവ താല്പര്യം കാട്ടേണ്ട സമയമാണല്ലോ. ഉപവസിക്കുമ്പോൾ ആഹാര പദാർത്ഥങ്ങൾ മാത്രമല്ല നാം വർജിക്കേണ്ടത്, നമ്മുടേതായിട്ടുള്ള ഇഷ്ടങ്ങൾ, സാധനങ്ങൾ, നമ്മുടെ തെറ്റായ പ്രവണതകൾ, കുറ്റം പറച്ചിൽ, മറ്റുള്ളവരോടുള്ള ദേഷ്യം, വിരോധം, തെറ്റിദ്ധാരണകൾ, ചിലപ്പോൾ ചില ബന്ധങ്ങൾ നമ്മെ വിശുദ്ധിയിൽ ജീവിക്കുവാൻ തടസ്സപ്പെടുത്താം. മൊബൈലിൻ്റെ തെറ്റായ ഉപയോഗം, ഫിലിം, സീരിയൽ, നമ്മുടെ ചിന്തകളെ അലട്ടുന്ന ചില സംഭവങ്ങൾ, തെറ്റായ സ്വപ്നങ്ങൾ, നാം താലോലിക്കുന്നത്, ചില വാക്കുകൾ നാം ഉപയോഗിക്കുമ്പോൾ അത് മറ്റുള്ളവരെ വ്രണപ്പെടുത്തുന്നുണ്ടെങ്കിൽ ഇവയൊക്കെയും നമ്മെ താൽക്കാലികമായി സന്തോഷിപ്പിക്കാം. എന്നാൽ നമ്മുടെ ആത്മാവിൻ്റെയും മനസ്സിൻ്റെയും വളർച്ചയെയും നശിപ്പിക്കും. ദൈവത്തെയും അവരനെയും സന്തോഷിപ്പിക്കുന്ന കാര്യങ്ങളിൽ നമുക്ക് ശ്രദ്ധിക്കാം. നമ്മൾ കാരണം മറ്റുള്ളവർ ഒന്നും സന്തോഷിച്ച് കാണാൻ നമ്മൾക്ക് ആഗ്രഹിക്കാം. നല്ല വിശദമായിട്ടുള്ള ബന്ധങ്ങൾ നിലനിർത്തുവാൻ പരിശ്രമിക്കാം. നാം കാരണം ആരും തെറ്റിലേക്ക് വീഴുവാൻ ഇടയാകാതിരിക്കട്ടെ. മറ്റുള്ളവരെക്കുറിച്ച് കുറ്റം നമ്മോട് പറയുമ്പോൾ നാം അത് വളരെ സന്തോഷത്തോടെ ശ്രമിക്കുന്നുവെങ്കിൽ അത് മറ്റുള്ളവരെ കൊണ്ട് വീണ്ടും കുറ്റം പറയുവാൻ വഴിയൊരുക്കും. ദൈവാത്മാവിൻ്റെ സഹായത്താൽ ജീവിക്കാം. ദൈവം നമ്മളെ ഓരോരുത്തരെയും സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ.